പുരുഷ സന്ധ്യയെ ചിരിച്ചു, മധ്യാഹ്ന സന്ധ്യയെ ജ്വലിച്ചു, സായം സന്ധ്യയെ കഴുകി, ത്രികാല സന്ധ്യ പോൽ നിൻ ജന്മം. നീ തൊട്ടുണർത്തി ഹൃദയ പൂക്കളിൽ നിറയുന്ന മധുവും മണവും അറിയാതെ ഒളിപ്പിച്ചു വെച്ചോ കാലം. നീ പോവുക നിൻ വഴിയേ, സഫലമീ യാത്ര, സഫലമീ യാത്ര. സ്വർഗദൂതിക നീ, ഭൂമിപുത്രി സർവം സഹേ. കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാദ്രേ, കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാദ്രേ. എന്ത് എന്റെ മോളെ കണ്ടായിരുന്ന ഇതുവഴി എങ്ങാനും പോണത് ഇല്ല, ഈ വഴിയൊന്നും കണ്ടില്ല. ഞങ്ങൾ ആരും കണ്ടില്ലടാ. എന്ത് പറ്റി സുഹൃത? എങ്ങോട്ടാ? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേടി കൊച്ചേ? ശാരദാമ്മ എന്നെ തടയരുത്, എനിക്കിവിടുന്ന് പോയേ പറ്റൂ. അപ്പോ നീ മരിക്കാൻ വേണ്ടി തന്നെയാണ്. എടി പെണ്ണെ, നീ ഇങ്ങനെ ബസ് സ്റ്റോപ്പിലോ മറ്റോ പോയി നിന്നാലേ നിന്നെ ആരെങ്കിലും പിടിച്ചോണ്ട് പോകും. വലിയ അപകടത്തിലേക്കാണ് നീ പോകുന്നത്. അമ്മയെന്നോ ഗർഭിണിയെന്നോ ചിന്തയില്ലാത്തവരായി ഈ ലോകത്തിലുള്ളത്. ഞാൻ നിന്റെ അച്ഛനെ വിളിച്ച് വിവരങ്ങൾ പറയാം. നീ അയാളുടെ ഫോൺ നമ്പർ ഇനിയെങ്കിലും ഒന്ന് താ. അയാൾ ഇങ്ങോട്ട് വരട്ടെ. നിന്റെ അച്ഛനെ എനിക്കൊന്ന് കാണണം. അച്ഛൻ വന്ന എന്നെ എന്റെ വീട്ടിൽ തന്നെ കൊണ്ടുപോകും. അച്ഛൻ കരഞ്ഞു പറഞ്ഞ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ മാത്രം മരിച്ചാ പോരെ, എന്റെ വീട്ടുകാരെന്തിനാ മരിക്കുന്നെ? അവര് സുഖമായിട്ട് ജീവിച്ചോട്ടെ. ഞാൻ ചെയ്ത തെറ്റിന് അവരെന്തിനാ ബലിയാടാവുന്നേ? എന്റെ അനിയത്തെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാ. അവളുടെ ജീവിതത്തില് ഞാൻ ഒരിക്കലും ഒരു തടസ്സാവാൻ പാടില്ല. നിന്റെ അച്ഛൻ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകില്ല. ഞാനല്ലേ ഉറപ്പ് തന്നത്? പിന്നെയും പിന്നെയും നീ എന്തിനാ അതിനെപ്പറ്റി എന്നോട് സംസാരിക്കുന്നത്? ദേ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലേ പലരും നിന്നെ കണ്ടെന്ന് വരും. നീ എവിടെയെങ്കിലും പോയി ജീവനൊടുക്കിയാലേ പോലീസ് വന്ന് എന്നെ കൊണ്ടുപോകും. ഈ വീടിന്റെ മുന്നിലൊരു കവലയാണ്. നിന്നെ രക്ഷപ്പെടുത്തി ഇവിടെ വരെ കൊണ്ടുവന്നതിന് നീ എന്നെ ശിക്ഷിക്കാണോ പെണ്ണെ? എങ്കിൽ ഞാൻ നേരെ ഇട്ടിട്ട് പോവാ. നിന്റെ മുഖത്തിട്ടൊരെണ്ണം പൊട്ടിക്കാനാ എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ കാലത്ത് ഒരാളും ചെയ്യാത്ത കാര്യ നിനക്ക് വേണ്ടി ഞാൻ ചെയ്തത്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിനക്കില്ലാതെ പോയോ? എനിക്കറിയാം നീ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നതെന്ന്. നിന്റെ അച്ഛൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോകുമെന്നുള്ള ഭയമല്ലേ? അങ്ങനെ ഉണ്ടാവില്ല. ശാരദാമ്മ ഒരു വാക്ക് പറഞ്ഞ അത് വാക്കാ. നിന്റെ അച്ഛന്റെ നമ്പർ ഇങ്ങോട്ടെടുക്ക്. ഇങ്ങോട്ടെടുക്കാൻ. മായയുടെ നമ്പറല്ലേ? ഹലോ, ഇത് സുഗതന്റെ നമ്പറല്ലേ? അതെ, ഞാൻ സുഗതനാണ്. നിങ്ങൾ ആരാ വിളിക്കുന്നത്? നിങ്ങളിപ്പോ മകളെ തേടി നടക്കുകയാണല്ലേ? നിങ്ങൾ ആരാന്ന് പറ. എന്റെ മോളെവിടെ? പേടിക്കണ്ട സുഗത, നിങ്ങളുടെ മോൾ എന്റെ കൂടെ ഉണ്ട്. നിങ്ങൾ ആരാ? എവിടുന്നാ വിളിക്കുന്നത്? എന്റെ പേര് ശാരദാമ്മ. ഇന്നലെ രാത്രി നിങ്ങളുടെ മകളെ ഞാൻ എന്റെ വീടിനടുത്തുള്ള റെയിൽവേ ട്രാക്കിൽ വെച്ച് കണ്ടു. അവള് ആത്മഹത്യ ചെയ്യാൻ വന്നതാ. പരിഭ്രമിക്കണ്ട. അവളെ ഞാൻ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് എന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ വേഗം ഇങ്ങോട്ട് വാ. ഞാൻ ഉടനെ എത്താം. എവിടെയാ നിങ്ങളുടെ വീട്? ഞാൻ ഉടനെ എത്താം. നിങ്ങൾ അവളെ വേറെ ഒരിടത്തും വിട്ടേക്കല്ലേ? ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് അവിടെ എത്താൻ. അവിടുന്ന് ഒരു 35 കിലോമീറ്റർ വരും ഇവിടെ എത്താൻ.
നിങ്ങൾ കഴിയുന്നതും വേഗത്തിൽ ഇങ്ങോട്ട് വാ. ഓ ശരി ശരി ശരി. ഓ ഹലോ സുഗതേട്ടാ, അവളെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? ഓ എന്നെ ഇപ്പൊ ഒരു സ്ത്രീ വിളിച്ചിരുന്നു. 10-15 കിലോമീറ്റർ ദൂരെ എന്നാ വിളിച്ചത്. ഇന്നലെ രാത്രി യാത്ര ചെയ്ത് അവൾ അവിടെ എത്തി. ഈശ്വരാ. ആ വിളിച്ച സ്ത്രീയുടെ വീട്ടിൽ അവളുണ്ട്. നീ സമാധാനമായിട്ടിരിക്കെ. നമ്മുടെ മോൾ ജീവനോടെ ഉണ്ട്, ഒരു പ്രശ്നമില്ല. ഞാൻ അങ്ങോട്ട് പോവാ. ഇപ്പൊ നീ വിവരം മഞ്ജുവിനോട് പറയല്ലേ? ആ ശരി. ഓ ഓ ശരി ശരി. ഓ ആരാ വിളിച്ചത്? അച്ഛനാണോ? അച്ഛൻ എന്താ പറഞ്ഞത്? ഇറങ്ങിപ്പോയവളെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? നീ അതറിയേണ്ട കാര്യം എന്താടി? അവള് പോയതിന് സന്തോഷിക്കുന്നവളല്ലേ നീ? അച്ഛൻ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരുമോ എന്നുള്ള കാര്യമാ ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ നീക്കം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഒന്നെങ്കിൽ ഈ വീട്ടിൽ അവള്, അല്ലെങ്കിൽ ഞാൻ. രണ്ടിലൊരാള് മാത്രമേ ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. പിഴച്ചുപോയ മോളെ അന്വേഷിച്ച് നടക്കുന്ന അച്ഛനോടെ അമ്മ പറഞ്ഞേക്ക്. നീ ഇവിടെ കിടന്ന് കരയാതിരിക്കാനാണ് അടുക്കളയിൽ പോലും കയറാതെ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അച്ഛൻ വരുമല്ലേ? നീ സമാധാനായിട്ടിരിക്കുമോളെ. അയാൾ വരട്ടെ. എനിക്കും അയാളെ ഒന്ന് കാണണമല്ലോ. നിന്നെ എന്റെ കൂടെ നിർത്തുമ്പോ നിന്റെ ആളുകളും കൂടി അറിയണ്ടേ? എങ്കിലല്ലേ എനിക്കും അയാൾക്കൊരു ഉറപ്പ് കിട്ടൂ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇനി 4-5 മാസം കഴിയുമ്പോൾ നീ പ്രസവിക്കും. കുഞ്ഞിനെ വളർത്തണോ അതോ വല്ല അനാഥാലയത്തിലും കൊടുക്കണോന്നൊക്കെ അപ്പൊ നമുക്ക് തീരുമാനിക്കാം. നീ അല്പം ധൈര്യം കാണിക്കേ. എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നേ? ഇപ്പൊ നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഞാനും ഉണ്ട്. നിന്നെ എന്റെ മോളായി തന്നെ ഞാൻ കരുതിക്കോളാം. ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന എനിക്ക് ദൈവം കൊണ്ട് തന്നതാ നിന്നെ. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നീ എന്റെ മോള് തന്നെയാ. കരയാതെ. കണ്ണുനീരേ ഒന്നിനും ഒരു പരിഹാരമല്ല. ഇനി എന്തു വന്നാലും എതിർത്ത് നിൽക്കാനാ നോക്കേണ്ടത്. നിനക്ക് ഭാഗ്യമുണ്ടെന്ന് വേണം കരുതാൻ. അല്ലെങ്കിലേ നീ ഇപ്പോ ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല. ദേ, അത് നിന്റെ ഭാഗ്യമാണെന്നല്ല പറയേണ്ടത്, നിന്റെ വയറ്റി കിടക്കുന്ന കുഞ്ഞിന്റെ ഭാഗ്യാ. അമ്മേ, അച്ഛൻ പോയിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ? അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? അച്ഛൻ പിന്നീട് വിളിച്ചില്ലേ? അച്ഛൻ പിന്നെ വിളിച്ചില്ല. അവളെ ജീവനൊടുക്കിന്ന് വിചാരിച്ച് ആശ്വസിച്ചതായിരുന്നു. കേറിപ്പൊടി അകത്ത്. എവിടെ പോവാനാ? കാര്യം അറിയാതെ ഞാൻ ഇവിടുന്ന് ഒരിടത്തും പോവില്ല. ദേ, ഇവിടെ തന്നെ ഇരിക്കാൻ പോവാ.
ഞാനാ സുഗതൻ, മായയുടെ അച്ഛൻ. ഓ, എന്റെ മോളവിടെ. നിങ്ങളൊന്ന് സമാധാനപ്പെട്, അവൾ ഇവിടെ തന്നെ ഉണ്ട്. പെണ്ണിവിടെ സുരക്ഷിതമായി ഉള്ള സ്ഥിതിക്ക് ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. എന്റെ പേര് ശാരദാമ്മ. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്കാ താമസം. ജോലി എന്താന്ന് ചോദിച്ചാ അടുത്തൊരു വീട്ടിൽ അടുക്കളപ്പണിക്ക് പോകും. വീട് പണി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ടാ ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ ഇന്നലെ രാത്രി പണി കഴിഞ്ഞ് വന്നപ്പോഴാ നിങ്ങളുടെ മകള് റെയിൽവേ ട്രാക്കിൽ നിൽക്കുന്നത് കണ്ടത്. ഞാൻ കൂട്ടിക്കൊണ്ടു വന്നു. നിർബന്ധിച്ചപ്പോഴാ എന്റെ കൂടെ വന്നത്. രാവിലെ പോകുന്നെന്നും പറഞ്ഞിറങ്ങിയതാ. ഒരു വിധത്തിൽ പിടിച്ചു നിർത്തിയിട്ടാ ഞാൻ നിങ്ങളെ വിളിച്ചത്. എന്റെ മോളെ ഒന്ന് വിളിക്കുവോ? ഞാൻ അവളെ ഒന്ന് കാണട്ടെ. മായേ, മോളെ വാ പോ. അച്ഛൻ ഇനി എന്നെ അന്വേഷിച്ച് വരരുത്. ഞാൻ ഇനി ആ വീട്ടിലേക്ക് വരില്ല. നിങ്ങൾ എല്ലാവരും എന്നെ മറന്നേക്കണം. എന്നെ അന്വേഷിച്ച് ഇനി ആരും വരാനും പാടില്ല. ഞാൻ മരിച്ചുപോയെന്ന് കരുതിയാ മതി. നാട്ടുകാർ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? നിന്നെ കാണാതാവുമ്പോ നീ എവിടെ പോയെന്ന് നാട്ടുകാരെ ചോദിക്കില്ലേ? നീ ആരുടെയും കൂടെ ഒളിച്ചോടി പോയെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം. എനിക്കൊരു മോളും കൂടെ ഉള്ളതല്ലേ, അവളുടെ ഭാവി എനിക്ക് നോക്കണ്ടേ? അവളുടെ ഭാവി ഓർത്തിട്ട് തന്നെയാ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്താ മോളെ, നീ മരിച്ചെങ്കിൽ പ്രശ്നം തീരുമായിരുന്ന? പോസ്റ്റ്മോർട്ടം കഴിയുമ്പോ തന്നെ നീ ഗർഭിണിയാണെന്ന് എല്ലാരും അറിയും. പിന്നെ പോലീസിന്റെ അന്വേഷണമായി. നീ ഇതെന്താ ഇതൊന്നും മനസ്സിലാക്കാത്തത്? അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആ വീട്ടിലേക്ക് വരില്ല. എന്റെ തീരുമാനം മാറാനും പോകുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലല്ലോ ദൈവമേ. തല്ലാനും കൊല്ലാനും പറ്റാത്ത അവസ്ഥയായില്ലേ? ഇതിനെല്ലാത്തിനും ഒരു പരിഹാരമായി ഒരേ ഒരു വഴിയേ ഉള്ളൂ സുഗത. സുഗതൻ അതുപോലെ ചെയ്താ മതി. അത് പറ്റുമോന്ന് ആലോചിക്ക്. ശാരദാമ്മ പറഞ്ഞു വരുന്ന എന്താ? എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ പറ. എല്ലാം കൈവിട്ട് നിൽക്കുന്ന ഒരു അച്ഛനാ ഞാൻ. എന്റെ മാനസികാവസ്ഥ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂ. സുഗതൻ നാട്ടുകാരോട് പറയേണ്ടത് മകൾക്കൊരു ജോലി കിട്ടി ബാംഗ്ലൂർ പോയെന്നാണ്. ആരുടെയും മുന്നിൽ ദുഃഖം കാണിക്കാൻ പോകാതെ നിങ്ങളും കുടുംബം അതിൽ ഉറച്ചു നിൽക്കണം. മൂത്ത മോക്ക് ബാംഗ്ലൂരിൽ ഒരു ജോലിയായി, അവൾ അവിടെ കഴിയുന്നു. ഇവിടെയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. എന്റെ ബന്ധത്തിലുള്ള കുട്ടിയാണെന്ന് ഞാനിവിടെ പറഞ്ഞ അടുത്തുള്ളവർ വിശ്വസിച്ചോളൂ. എനിക്കിവളെ കൂട്ടിന് കൊണ്ടുവന്നു. ഇവളുടെ ഭർത്താവ് ഗൾഫിലാണെന്ന് ഞാൻ പറഞ്ഞോളാം. ഞാൻ ഈ നാട്ടിൽ വന്ന് താമസിക്കുന്നവളാ. ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. പിന്നെ പ്രസവം കഴിഞ്ഞാലുള്ള കാര്യം, കുഞ്ഞിന്റെ കാര്യത്തില് അപ്പോ നമുക്കൊരു തീരുമാനം എടുക്കാം. അവക്ക് നിങ്ങളുടെ വീട്ടിൽ വരാൻ മനസ്സുണ്ടെങ്കിൽ വരട്ടെ. കുഞ്ഞിനെ ഏതെങ്കിലും അനാഥാലയത്തിലോ മറ്റോ ഏൽപ്പിക്കാം. കുഞ്ഞവിടെ വളരും. ഇതല്ലാതെ സുഗതൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഉണ്ടെങ്കിൽ മടിച്ചു നിൽക്കാതെ ഇപ്പൊ പറയണം. ഒരു മാർഗമില്ല. ശാരദാമ്മ പറഞ്ഞത് അച്ഛൻ കേൾക്കണം. എന്നെ നോക്കിക്കോളാന്ന് ശാരദാമ്മ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നെ കുറിച്ച് നിങ്ങൾക്ക് വിഷമമുണ്ടാവേണ്ട കാര്യമില്ല. എല്ലാവരും ചതിച്ചവളാ ഞാൻ. ആര് ചോദിച്ചാലും ശാരദാമ്മ പറഞ്ഞതുപോലെ അച്ഛൻ പറഞ്ഞാ മതി. ഞാൻ ശാരദാമ്മയുടെ ഒപ്പം ജീവിച്ചോളാം. ഇതിൽ കൂടുതൽ എന്തുറപ്പാ സുഗതന് വേണ്ടത്? സുഗതൻ എന്തായാലും ഈ നിലയിൽ മോളെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെയുള്ളത് ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടുവിടണം. അവിടെ കൊണ്ടുവിട്ടാലും 100 ചോദ്യങ്ങൾ വരും. പ്രായപൂർത്തിയാകാത്ത പെണ്ണ. അവളെ ചതിച്ചവനെതിരെ കേസാകും. നാട്ടുകാർ മൊത്തം അറിയും. സുഗതൻ സമാധാനായിട്ട് പോകും. അവൾ ഇവിടെ സുരക്ഷിതയായിരിക്കും. മോളെ, നിന്നെ ഇവിടെ നിർത്തിയിട്ട് അച്ഛൻ എങ്ങനെ പോവും? സങ്കടപ്പെട്ടിട്ടും ദുഃഖിച്ചിട്ടും ഒന്നും കാര്യമില്ല സുഗത. ഒരു പ്രശ്നം വന്നാൽ അതിനെ ധൈര്യപൂർവ്വം കൈകാര്യം ചെയ്യാൻ പഠിക്കണം.
നിങ്ങൾ അതാ ചെയ്യേണ്ടത്. സുഗതൻ ചെല്ല്. ഞാനൊരമ്മയുടെ കൂടെയാണെന്ന് അച്ഛൻ അമ്മയോട് പറയണം. ഞാൻ അവിടെ ഉള്ളതെന്ന് അച്ഛൻ ഒരിക്കലും അമ്മയോട് പറയരുത്. അത് മാത്രമല്ല, ഇനി എന്നെ കാണാൻ അച്ഛൻ ഇങ്ങോട്ട് വരരുത്. അതെന്റെ ഒരു അപേക്ഷയാണ്. അഥവാ അച്ഛൻ വന്നാ ഞാൻ അച്ഛന്റെ മുമ്പിൽ വരില്ല. അവള് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ അതുപോലെ അനുസരിക്കേ. അതല്ലാതെ വേറെ വഴിയില്ലെന്ന് സുഗതന് ബോധ്യമായല്ലോ. ഇനി സുഗതന്റെ മനസ്സിലെ ചില ആശങ്കകളെ കുറിച്ച് ഞാൻ പറയാം. എന്തിനീ സ്ത്രീ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കണം? എന്റെ മോളെ വിറ്റുകളയാനാണോ? അങ്ങനെ ഒരിക്കലും ഒരു ചിന്ത സുഗതന് വേണ്ട. എന്നെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ സുഗതൻ പുറത്തിറങ്ങുമ്പോൾ അന്വേഷിച്ചാൽ മതി. എനിക്ക് ഒരു മകൻ കൂടിയുണ്ട്. അവനിപ്പോ സ്ഥലത്തില്ല. ഇനി അവൻ ഇങ്ങോട്ട് വരികയില്ല. നിങ്ങളുടെ മകൾ വന്നത് എനിക്കൊരു കൂട്ടായിട്ടേ ഞാൻ കാണൂ. നിങ്ങൾ ധൈര്യമായിട്ട് ചെല്ല്. അമ്മേ, എനിക്ക് വിശന്നിട്ട് ഇരിക്കാൻ വയ്യ. എന്തെങ്കിലും കഴിക്കാൻ അമ്മ ഉണ്ടാക്കിത്താ. നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വെച്ചുണ്ടാക്കി തിന്നടി. അമ്മ പോയവള് പോയി. അവൾ എന്തായാലും ജീവനൊന്നും ഒടുക്കിയിട്ടുണ്ടാവില്ല. പിന്നെ വല്ല ട്രെയിനും തല വെച്ചെങ്കിൽ ഇപ്പൊ ന്യൂസിലൊക്കെ വന്നേനെ. ഞാൻ എല്ലാ ചാനലും നോക്കി. അനാഥ ശവമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ദ്രോഹി, നീ ഒരു മനുഷ്യജന്മമാണോടി? അവക്കൊരു തെറ്റ് പറ്റിപ്പോയി. നിന്റെ കൂടെ കഴിഞ്ഞൊരു പെണ്ണല്ലേടി അവള്. നിന്നെ കൊണ്ടു നടന്ന് വളർത്തിയവളാ. എന്ത് മനസ്സാടി നിന്റേത്? അന്വേഷിച്ചു പോയാള് ദേ വരുന്നുണ്ട്. സുഗതേട്ടാ, അവളെ കണ്ടോ? എന്റെ മോക്കൊന്നും പറ്റിയില്ലല്ലോ. ഇന്നലെ രാത്രി അവളെ റെയിൽവേ ട്രാക്കിൽ നിന്ന് ഒരു സ്ത്രീ കൂട്ടിക്കൊണ്ടുപോയി. അയ്യോ, കൊള്ളാം. അവരപ്പോ ഇനി ഏത് തരക്കാരിയാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. രാത്രി ഇറങ്ങി നടക്കുന്നതാരാ? എന്തായാലും അവൾ എത്തേണ്ട അടുത്ത് തന്നെ എത്തി. അതൊരു പാവപ്പെട്ട സ്ത്രീയാ. അടുക്കള പണി ചെയ്താ ജീവിക്കുന്നത്. അവർക്ക് മക്കളാരുമില്ല. അവളെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി രാത്രി മുഴുവൻ അവളോടൊപ്പം കൂട്ടിരുന്നു. രാവിലെ അവള് വീണ്ടും പോകാനിറങ്ങിയതാ. അവര് തടഞ്ഞു നിർത്തിയിട്ട് എന്നെ വിളിച്ചു. അപ്പൊ അവര് മോശക്കാരിയാണ്. ആണാ? ആ സ്ത്രീ ഒരു കുഴപ്പക്കാരിയാണെങ്കിൽ എന്നെ വിളിച്ചു വരുത്തോ? അത് സത്യമാണ്. പ്രസവം കഴിയുന്നത് വരെ അവളെ അവിടെ നിർത്താന്നാ സമ്മതിച്ചിരിക്കുന്നത്. ഞാൻ അവരെ കുറിച്ച് പുറത്തിറങ്ങി അന്വേഷിച്ചു. എല്ലാരും നല്ല അഭിപ്രായം പറയുന്നത്. അല്ല, പ്രസവം കഴിഞ്ഞുള്ള തീരുമാനം എന്താ? കൊച്ചിനെയും കൊണ്ട് അവൾ ഇങ്ങോട്ട് വരുമോ? എടി, എന്താ സോദാട്ട് എന്നെ ചെയ്യാൻ പോകുന്നേ? അവളെ അവിടെ നിർത്താനാണ് തീരുമാനം? ഞാൻ ആലോചിച്ചിട്ട് ഇനി വേറെ വഴിയൊന്നുമില്ല. ആരെങ്കിലും ചോദിച്ചാ ബാംഗ്ലൂർ ജോലി കിട്ടി അവൾ അങ്ങോട്ട് പോയെന്ന് പറഞ്ഞത് ആൾക്കാർ വിശ്വസിച്ചോളൂ. പിന്നെ അവിടെ അത് ശാരദാമ്മ പറഞ്ഞോളും അവരുടെ അകന്ന ബന്ധത്തിലുള്ള ഒരു കുട്ടിയാണ് അവളെന്ന്. അതോടെ ആ പ്രശ്നവും പരിഹരിക്കപ്പെടും. അങ്ങനെ പ്രശ്നം പരിഹരിക്കപ്പെടില്ലല്ലോ. അവള് പ്രസവിച്ച് കഴിഞ്ഞുള്ള കാര്യം പറയാ. പ്രസവിച്ച ശേഷം കൊച്ചിനെ ഏതെങ്കിലും ഓർഫനായി കൊടുക്കും. എന്നിട്ട് അവൾ ഇങ്ങോട്ട് വരും അല്ലേ? അവൾ ഇങ്ങോട്ട് വരാതെ വേറെ എങ്ങോട്ട് പോരാടി? ഈ വീട് നിനക്ക് മാത്രമുള്ളതല്ല, അവക്കൂടിയുള്ളതാ. നീ മനസ്സിൽ കാണുന്ന എന്താണെന്ന് എനിക്കറിയാടി. അവള് പ്രസവിച്ചാ കുഞ്ഞിനെ അവളെ ആർക്കും കൊടുക്കത്തില്ല. അവൾ ആ സ്ത്രീയുടെ ഒപ്പം തന്നെ തുടർന്നും ജീവിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. നിനക്കൊരു ദോഷവും വരില്ല. അവള് ബാംഗ്ലൂരിൽ ജോലിക്ക് കയറി ഒരാളെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാ എല്ലാരും വിശ്വസിക്കും. എന്തുറപ്പില്ല സുഗതേട്ടാ നമ്മൾ അവളെ അവിടെ നിർത്തിയിരിക്കുന്നത്? എന്തുറപ്പില്ല നമ്മൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ഗർഭിണിയായ പെണ്ണെ ഇവിടെ കൊണ്ടുവന്ന് പ്രസവം എടുക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അവിടെ നിർത്തിയിരിക്കുന്നത്? ഞാൻ ഇടയ്ക്കൊക്കെ പോയി അന്വേഷിച്ചോളാം. അത് മതി.
അതല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ മാർഗം ഇല്ല ശ്യാമളെ, നീ അത് മനസ്സിലാക്ക്. അവൾ എന്തായാലും ഇങ്ങോട്ട് വരാതിരുന്നാ മാത്രം മതി. സുഗതേട്ടാ, എനിക്ക് ആ സ്ത്രീ ഒന്ന് കാണണം. ഞാനൊരമ്മയല്ലേ. ഇപ്പൊ നമ്മൾ ഒന്നിനും പോണ്ട. അവൾ അവിടെ സമാധാനത്തോടെ നിൽക്കട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചോളാം. നമ്മൾ അങ്ങോട്ട് ചെല്ലരുതെന്നാ അവള് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ കണ്ടാൽ വീണ്ടും അവൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. കാര്യങ്ങൾ കൈവിട്ട് പോകാതിരിക്കട്ടെ. ബാക്കി എന്താന്ന് വെച്ചാ നമുക്കപ്പൊ നോക്കാം. നീ ഇപ്പൊ 3-4 മാസം കഴിയുമ്പോ പ്രസവം നടക്കും. ബാക്കി എന്താന്ന് വെച്ചാൽ നമുക്ക് അപ്പ ആലോചിക്കാം. നീ എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ടോ? ആഹാ, മോൾ ഇവിടെ വന്നിരിക്കുകയായിരുന്നോ? വെറുതെ ഇരുന്നിട്ട് സമയം പോകുന്നില്ല. നിനക്കേ ഇതുവരെ ഒരു ഗർഭരക്ഷയും കിട്ടിയിട്ടില്ല. ഇനി അതൊക്കെ വേണം. നമുക്ക് നാളെ പോയി ഡോക്ടറെ കാണാം. എന്നിട്ട് ഡോക്ടർ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാം.